ഹായ് ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പുഴയിൽ നിന്ന് ഇപ്പോൾ നനഞ്ഞ് ചാടി മറിഞ്ഞ് ഞാൻ നനഞ്ഞ് നിൽക്കുക കയറി വന്നുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഒരു അടിപൊളി കാഴ്ച. നമ്മുടെ കാപ്പി എല്ലാം പൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ കാലാവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. നമ്മുടെ കാപ്പിപ്പൂ എല്ലാം പൂത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാപ്പി പൂക്കുന്നത് കേട്ടോ. ഇതുണ്ട്, അത് മുമ്പ് ഉണ്ടായിട്ട് കരിഞ്ഞു പോയതായിരുന്നു. മുമ്പ് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കരിഞ്ഞു പോയേക്കുന്നത്. ഇതാണ് നമ്മുടെ ആളെന്ന്. ഇത് നല്ല രസമുള്ള പൂവാണ് കേട്ടോ. എൻ്റെ മോനെ ഏതോണ്ടോ മുല്ലപ്പൂവിന് പോലെ തന്നെ ഇല്ലേ, നോക്കിക്കേ. ഈ മുല്ലപ്പൂ മാറി നിൽക്കും. അത്രയ്ക്ക് മണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത്രയ്ക്ക് മണം കേട്ടോ. പരിസരം ഫുള്ളുണ്ട്. ഈ ഭാഗം മുഴുവൻ നിറച്ചു ഈ കാപ്പിപ്പൂക്കളാൽ സമൃദ്ധമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തലയിൽ ചൂടിയാൽ പേന് കുറേ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വാസ്തവം എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെയൊക്കെ ഒരുപാട് കാപ്പി മരം നിൽപ്പുണ്ട്. അവിടെയൊക്കെ നിറച്ചത് ഈ കാപ്പിയിൽ നോക്ക്, ഈ മരം നിറച്ചു കണ്ടോ. ഇത് നോക്കിക്കേ, അമ്പട നോക്ക്, നിറച്ചു കണ്ടോ. കാപ്പിപ്പൂക്കൾ ധാരാളത്തിലുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ, അല്ലേ പങ്ക? അപ്പം എന്താ പറയുക, കാപ്പിപ്പൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗൈസ് നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അയ്യോ നോക്കിക്കോ, ഒടിച്ചൊടിച്ചൊടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും ചേച്ചി അമ്മയോട്. ഞാൻ പറയാം അമ്മയോട് ചേച്ചി കാപ്പി അടിച്ചാൽ പറിച്ചെടുത്തതിനാ. ഇതിന്റെ മണം വന്നു കഴിഞ്ഞാൽ തല ചൂടാതെ ആരും പോവില്ല. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. കാലം പോടാ, ഒടിച്ചിട്ട് പോകുന്ന കാലൻ. പോടാ, വീട്ടിൽ പോടാ, അങ്ങനെയാണോ വീട്? പോടാ പോടാ, വീട്ടിൽ പോടാ.